മാമാരെല്ലാവരും സഹായിച്ചിട്ട് എൻ്റെ വീടിൻ്റെ പണി ഇവിടം വരെ എത്തി. ബാക്കിയുള്ള പണിയും കൂടി ഈ റമദാൻ മാസത്തിൽ തന്നെ മെയിൻ വാർപ്പ് എല്ലാവരും കൂടി സഹായിച്ചിട്ട് ഒന്ന് റെഡിയാക്കി തരണം. കുളിറ്റുമാനുമാണ്. മക്കൾ ഓർമ്മ ഉണ്ടാവില്ലേ? മക്കളന്നൊരു വോയിസ് ഇട്ട്, ആ വോയിസ് നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ ആ ഒരു വോയിസ് മുഖേനയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് കണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ച് നിങ്ങളെ വിശ്വസിച്ച് ഞാനിതിൽ ഇറങ്ങി. മാഷാ അല്ലാ 8 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ഇതിൻ്റെ പണി തുടങ്ങി. പിന്നെ തറപ്പണി കഴിഞ്ഞ് ചുമര് കെട്ടി. ജനാലും ഇതൊക്കെ നമ്മളെ സ്റ്റീലെക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി നമുക്ക് ജനാലും വാതിലുകളൊക്കെ ചട്ടിപ്പറമ്പിൽ അവർ തന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ടിൻഡിലടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ഫ്രണ്ടിൽ 2 തൂണും ടിൻഡിലൊക്കെ ആയിട്ട് നാളെ വാർപ്പ് അടക്കും ഇൻഷാ അല്ലാ. അത് കഴിഞ്ഞിട്ട് വേണം ഒരു വരി കൂടി വെച്ച് സൺസൈഡ്, പിന്നെ അതിൻ്റെ മുകളിൽ വാർപ്പൊക്കെ ആയിട്ട്. എന്താ വെച്ചാൽ നിങ്ങൾ അത്രയും എൻ്റെ കൂടെ കട്ടക്ക് നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞു 6ാമത്തെ വീടാണ് നമ്മളിപ്പോൾ ഇവിടെ. എന്താ പറയുക, പാവങ്ങളായിട്ടില്ല ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുമ്പോൾ നമ്മൾ ബന്ധപ്പെട്ട് അനുയോജ്യമായിട്ടുള്ള ആളുകളാണ് കാണുമ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളടുത്ത് വരുമ്പോൾ നിങ്ങൾ സഹായിച്ചിട്ട് 6ാമത്തെ വീടാണ് നമ്മളിപ്പോൾ ഇത് പണിത് കൊടുക്കുന്നത്. ഇൻഷാ അല്ലാ ഈ വലിയ പെരുന്നാളാകുമ്പോഴത്തിന് ഇതിലേക്ക് മക്കളെ താമസിപ്പിക്കണമെന്നുണ്ട്. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇതിലേക്കുള്ള കമ്പിയും മെറ്റലും അതുപോലെ പിന്നെ തേപ്പിലുള്ള എംസാൻഡും സിമെൻറ്റും, പിന്നെയുള്ള സിമെൻറ്റും എംസാൻഡും ഒക്കെയാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. ഇൻഷാ അല്ലാ മെയിൻ വാർപ്പ് കഴിഞ്ഞാൽ ബാക്കിയുള്ള വർക്ക് കൂടി പെട്ടെന്ന് തീർക്കണമെന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലായിട്ടില്ല, എൻ്റെ കൂടെ നിൽക്കണേ, കട്ടക്ക് നിൽക്കണേ എൻ്റെ ആളുകൾ, പിന്നെ നല്ലവരായ പ്രേക്ഷകർ, നിങ്ങളാൽ കഴിയുന്നതൊക്കെ അയച്ചു തന്നിട്ട് പെട്ടെന്ന് ഈ പണി പൂർത്തിയാക്കിയിട്ട് ഈ കുഞ്ഞു മക്കൾക്ക് കേട്ടോ നമുക്ക് ആ വീട് എത്രയും പെട്ടെന്ന് ആക്കി കൊടുക്കാം. അസ്സലാമു അലൈക്കും.